വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ്, സേവ് ദ ഡേറ്റ് ഒട്ടും ആരെയും ആശ്രയിക്കാതെ എങ്ങനെ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ക്യാൻവ എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നിട്ടുള്ളത്. ക്യാൻവ എന്നുള്ള ആപ്പിൽ യൂസ് ചെയ്ത് അടിയിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം സൈസ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഏതാണോ സൈസ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ A4 സൈസ് ആയതുകൊണ്ട് 210x290 പിക്സലാട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിൽ എലമെൻറ്റ്സ് ഡിസൈൻസ് എന്നൊക്കെ ഉണ്ടാവും. ഡിസൈൻസിൽ നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ദ ഡേറ്റ് ആണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഫയൽ വന്ന് അപ്പോൾ അതിൽ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നെയിമിലൊന്ന് എഡിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏതാണോ നെയിം വെച്ചാൽ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അഷ്റഫ് ആൻഡ് സൈനബ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഡേറ്റ് മാറ്റാം, ടൈം മാറ്റാം, ഡേ മാറ്റാം, അതുപോലെ വെന്യൂ ഓഡിറ്റോറിയം ഏതാണ് അത് മാറ്റാം. അങ്ങനെ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ആരെയും ആശ്രയിക്കാതെ ഒട്ടും ചിലവില്ലാതെ നമുക്ക് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ്, അതുപോലെ സേവ് ദ ഡേറ്റ്, ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാം നമുക്ക് ഇതുപോലെ മേക്ക് ചെയ്യാവുന്നതാട്ടോ. നമ്മൾ ഏതാണോ ഡിസൈൻസ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ഡിസൈൻ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാടുണ്ട്. JPG, PNG, അതുപോലെ PDF സ്റ്റാൻഡേർഡ്, PDF പ്രിൻ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ വെച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ JPG എന്നുള്ള ഇതിലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ PDF പ്രിൻ്റ് എന്നുള്ള അതിൽ സേവ് ആവാം, അല്ലെങ്കിൽ PDF സ്റ്റാൻഡേർഡ് എന്നുള്ളതിലും നമുക്ക് PDF ആയിട്ട് കിട്ടാവുന്നതാട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.